ചതയം നക്ഷത്രം ശതഭിഷക്, ശതര എന്നും അറിയപ്പെടുന്നു. 27 നക്ഷത്രങ്ങളിൽ ഒന്നാണ്. ഇത് കുംഭ അഥവാ കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിന്റെ പേര് സംസ്കൃതത്തിൽ ശതഭിഷക് എന്നതിൽ നിന്നുണ്ടായതാണ്. അതിന്റെ അർത്ഥം 100 വൈദ്യർ, ശരീരത്തിന്റെ രോഗങ്ങൾ ശമിപ്പിക്കുന്ന വൈദ്യശക്തി എന്നതാണ്. ഈ നക്ഷത്രം ശനിയുടെ സ്വാധീനത്തിലുണ്ട്. അതിന്റെ ദേവത വരുണനാണ്, ജലത്തിന്റെ ദേവൻ. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരെ പരിചരിച്ച് സുഖപ്പെടുത്തുന്നതിലും മാനസികമായി സാന്ത്വനിപ്പിക്കുന്നതിനും ഈ നക്ഷത്രത്തിൽ ഉള്ളവർക്ക് കഴിവുണ്ടായിരിക്കും. നമുക്ക് ചതയം നക്ഷത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് പോകാമതിനു മുൻപ് ഈ ചാനലിൽ ചതയം നക്ഷത്രത്തെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. ചതയം നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ. ചിഹ്നം വൃത്തം അല്ലെങ്കിൽ വൃത്തകൃതിയായ രൂപം. ചതയം നക്ഷത്രത്തിന്റെ ചിഹ്നം രൂപത്തിലുള്ള ഒരു രൂപമാണ്. ദേവത വരുണൻ, ജലവും സമുദ്രവും നിയന്ത്രിക്കുന്ന ദേവൻ. ജലവും സമുദ്രവും നിയന്ത്രിക്കുന്ന വരുണ ദേവനാണ് ചതയം നക്ഷത്രത്തിന്റെ ദേവത. ജല സ്വാധീനമുള്ള മേഖലകളിലെ അധിവാസവും ജലാവസ്ഥയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയമോ വരിക്കാൻ ഇവർക്ക് സാധിക്കും. ജലസാന്നിധ്യത്തെ നന്നായി ഇഷ്ടപ്പെടുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. ഭാവന ആന്തരിക ശക്തിയും രഹസ്യവിഷയങ്ങളിൽ താൽപ്പര്യവും. ഭാവനയും സർഗ്ഗചിന്തയോടുള്ള ഒരു ഇഷ്ടം എപ്പോഴും ഈ നക്ഷത്രക്കാരിൽ നമുക്ക് കാണാം. കവികളും ചിന്തകരും സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നവരുമായി ഇവർ മാറിയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ചതയം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്ക് പോകാം. സ്വഭാവം. ധീരമായ നിലപാട് ഉള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ് ഇവർ. പലപ്പോഴും ഇവരുടെ സത്യസന്ധത മൂലം ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എപ്പോഴും ധീരതയും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന സ്വഭാവസവിശേഷത ഇവർക്കുണ്ട്. പുതിയ ആശയങ്ങൾ കൈവരിക്കാനുള്ള കഴിവ്. പുതിയ ആശയങ്ങൾ ആദ്യം കൈവരിച്ച് വിജയം നേടുന്നവരാണ് ചതയം നക്ഷത്രക്കാർ. ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവ വികാസവുമാണ്. സൗഹൃദപരവും സഹജീവികളോടുള്ള കരുണയും എപ്പോഴും ഇവരിൽ നിന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പൗരാണിക പ്രസക്തി എന്നത്. പൗരാണിക പ്രസക്തി. രോഗശമനത്തിനും ചികിത്സക്കും നിപുണരാണ് ചതയം നക്ഷത്രക്കാർ. ചികിത്സയ്ക്കും ഈ നക്ഷത്രം പ്രത്യേക ഊർജം നൽകുന്നു. ആത്മീയത, വേദാന്തം, ദൈവിക ശക്തികൾ എന്നിവയിൽ താൽപ്പര്യം എപ്പോഴും ചതയം നക്ഷത്രക്കാർ കാണിക്കാറുണ്ട്. അത്തരം വിഷയങ്ങളിലെ അവരുടെ അറിവും അഗാധമാണ്. മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടാനും ഇവർക്ക് കഴിയും. ചതയം നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം പുരുഷന്മാരുടെ കാര്യം നോക്കാം. പുരുഷന്മാർ കരുതലുള്ളവരും കഠിനാധ്വാനികളുമാണ്. ഓരോത്തിൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നവരാണ് പുരുഷന്മാരായ ചതയം നക്ഷത്രക്കാർ. എന്നാൽ അവരുടെ രഹസ്യസ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിവില്ലാതായിരിക്കും. അതായത് പലപ്പോഴും അവരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ അവരുമായി നിസ്സാര കാര്യങ്ങൾക്കുപോലും വഴക്കടിക്കാൻ സാധ്യതയുണ്ട്. പുറമേ സ്നേഹം കുറവ് കാണിക്കുമെങ്കിലും ഉള്ളിൽ നിറഞ്ഞ സ്നേഹമാണ് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് സാധാരണ. അടുത്ത ആയിട്ട് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് നമുക്ക് നോക്കാം. കലാജ്ഞാനമുള്ളവരും ബന്ധങ്ങളിലോ സാമൂഹ്യകാര്യങ്ങളിലോ ബുദ്ധിമാന്മാരായി തിളങ്ങുന്നവരുമാണ് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. അറിവിന്റെ കാര്യത്തിലും ഇവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വളരെ സങ്കീർണമായ അറിവുകൾ പോലും ഇവർക്കുണ്ട്. ആരോഗ്യം, ദൈനംദിന കാര്യങ്ങളിൽ വേഗത, ആശയങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവയിൽ മികച്ച വർഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓരോ ചതയം നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ. ചതയം നക്ഷത്രക്കാരുടെ അനുയോജ്യമായ രാശികൾ. അനുയോജ്യങ്ങളായി മീനം, മേടം എന്നിവയാണ് പരിഗണിക്കുന്നു. കൂടാതെ ചതയം നക്ഷത്രമുള്ളവർക്കു ലഭ്യമാകുന്ന ദൈവിക ആശ്രയം ആർക്കും തടയാൻ കഴിയുകയുമില്ല. അത് അവർക്ക് ഇടതടവില്ലാതെ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ജലലയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ജീവിക്കാൻ വലിയ ഇഷ്ടമാണ്. അതിനാൽ ജലസംബന്ധിയായ പൂജകൾ വളരെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.